ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു DIY ഡേ. അപ്പോൾ ഇന്ന് നമ്മളൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ബേസ് ആദ്യം അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ലെമൺ യെല്ലോ കളർ കൊടുക്കാം. അതിനുശേഷം യെല്ലോൻ്റെ മേലെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഗ്രീൻ കളർ ക്ലേ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ട് പരത്തി കൊടുക്കാം. പൗഡർ ഇട്ട് കൊടുത്താൽ നമ്മളിത് നിലത്തൊന്നും പറ്റി പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ സാധിക്കും. ഇനി ഇത് നല്ല നേർമയിൽ തന്നെ പരത്തിയെടുക്കണം. പതുക്കെ പരത്തി കൊടുത്താൽ മതി. നല്ല തിന്നായി പരത്തുമ്പോൾ മാത്രമാണ് നമ്മൾ ചെയ്ത് വരുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടത്തുള്ളൂ. എന്നാലും നമ്മൾ തിന്നായി പരത്തിയെടുക്കുമ്പോൾ അത് മുറിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് പതുക്കെ പരത്തി കൊടുക്കുക. ഇനി നമുക്കൊരു കട്ടർ യൂസ് ചെയ്തിട്ട് ഇതൊരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് വലിയ ലീഫിൻ്റെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഈ ലീഫ് പതുക്കെ എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലെ എഡ്ജസ് ഒക്കെ ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്നിങ്ങനെ പതുക്കെ ചുരുട്ടി കൊടുക്കുക. ഇങ്ങനെ ചുരുട്ടി കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ലീഫിൻ്റെ തന്നെ ഒരു ഷേപ്പിലേക്ക് അത് കിട്ടും. കണ്ടോ? ഇനി ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ലീഫ് ബോട്ടിലിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാം. ബോട്ടിലിൻ്റെ മേലെ ലീഫ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ആ ചുളിവൊക്കെ ഒന്ന് പോവാതെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ലീഫിൻ്റെ സെൻറ്ററിലൂടെ എന്തെങ്കിലും ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. ഇതേ രീതിയിൽ ബോട്ടിലിന് ചുറ്റും നമ്മൾ കുറച്ചും കൂടെ ലീഫ് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിവിടെ ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ വൈറ്റ് ക്ലേ ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിതിപ്പോൾ ഓൾറെഡി കളറ് കൊടുത്തിട്ടുള്ള ക്ലേ ആണ്. വൈറ്റ് ക്ലേ യൂസ് ചെയ്തിട്ട് കളറ് കൊടുത്താലും മതി. ഇപ്പോൾ ഇതാ നമ്മൾ ചുറ്റും ലീഫ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ക്ലേ ഒന്ന് വളരെ നേരിയതായിട്ട് റോൾ ചെയ്തെടുക്കാം. അത് ഈ ലീഫിൻ്റെ സെൻറ്ററിലൂടെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ തണ്ടിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ചെറിയ പീസസ് തണ്ടുകൾ വേറെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് ചെറിയൊരു ബോൾ ക്ലേ എടുക്കുക. അത് നമ്മളൊരു പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്കിലായിട്ട് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പതുക്കെ അത് ഊരിയെടുക്കുക. എന്നിട്ട് നമ്മളൊരു സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പതുക്കെ അതിൻ്റെ ഇതളുകളൊക്കെ ഒന്ന് കൂർപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളൊരു ഫ്ലവർ റെഡിയായി. ഇതേപോലെ നമ്മൾ കുറേ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഈ തണ്ടിൻ്റെ മേലെ നമുക്ക് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ബോട്ടിൽ ഫുള്ള് പൂക്കൾ ഒട്ടിച്ചു കൊടുത്തു. ഒരു ലീഫിൽ പൂക്കൾ കട്ട് ചെയ്തിട്ടാണെങ്കിൽ ഒരു ലീഫിൽ കട്ട് ചെയ്യാതെയാണ് പൂക്കൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ക്ലേ എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്ലേ തിന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. അത് നമ്മൾ ബോട്ടിൽ ക്യാപ്പിൻ്റെ മേലെ ഒരു വള്ളി പോലെ ചുറ്റി കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ വള്ളിയൊക്കെ ഒട്ടിച്ച് കൊടുത്ത് സെറ്റായിട്ടുണ്ട്. നമ്മുടെ ബോട്ടിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.